നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നവർ ഏപ്രിൽ മുതൽ പാസ്പോർട്ടിനായി കൂടുതൽ പണം നൽകേണ്ടി വരും. 2 വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് UK പാസ്പോർട്ടിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ബുധനാഴ്ച പാർലമെന്റിന്റെ അംഗീകാരത്തോടെ പ്രഖ്യാപിച്ച പുതിയ ഫീസ് പ്രകാരം മുതിർന്നവർക്ക് 88.50 പൗണ്ടിൽ നിന്ന് 94.50 പൗണ്ടായും കുട്ടികൾക്ക് 57.50 പൗണ്ടിൽ നിന്ന് 61.50 പൗണ്ടായി ഉയരും. വിദേശത്ത് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കും കൂടുതൽ പണം നൽകേണ്ടി വരും. UK-യിൽ പുതിയ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പ്രോസസ്സിംഗ് സമയം നിലവിൽ ഏകദേശം 3 ആഴ്ചയാണ്. ഏപ്രിൽ 10 മുതൽ പുതിയ ഫീസ് പ്രാബല്യത്തിൽ വരും. നികുതി വർധനവിനിടയിൽ ഹോസ്പിസുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ. ഹോസ്പിസുകളെ നികുതി വർധനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഏപ്രിലിലെ നികുതി വർധനവിൽ നിന്ന് NHS-ഉം മറ്റു പൊതുമേഖലയും സംരക്ഷിക്കപ്പെടും. എന്നാൽ സ്വകാര്യ ഹോസ്പിസുകൾ, കെയർ ഹോമുകൾ, ഫാർമസികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നില്ല. കൺസർവേറ്റീവ് നേതാവ് കെമി ബഡ്നോക്കും ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് എഡ് ഡേവിയും കോമൺസ് വോട്ടെടുപ്പിൽ ഇളവിനെ പിന്തുണയ്ക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലേബർ എംപിമാർ ഈ നീക്കത്തിനെതിരെ വോട്ട് ചെയ്തു. ഹോസ്പിസുകൾക്കും മറ്റ് സംഘടനകൾക്കും ഇതിനകം തന്നെ അധിക പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും NHS നിക്ഷേപിക്കാൻ നികുതി വർധനവ് ആവശ്യമാണെന്നും സർ കെയർ സ്റ്റാർമർ പറഞ്ഞു. ഏപ്രിൽ മുതൽ തൊഴിലുടമകൾക്കുള്ള ദേശീയ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻസ് 13.8% നിന്ന് 15% ഉയരും. യുഗ്മ ദേശീയ നേതൃയോഗം ഏപ്രിൽ 5-ന്. പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ യുഗ്മ പുതിയ ദേശീയ സാരഥികളുടെ പ്രത്യേക നേതൃയോഗം ഏപ്രിൽ 5-ന്. 2027 ഫെബ്രുവരി വരെയുള്ള 2 വർഷക്കാലമാണ് പുതിയ ഭരണസമിതിയുടെ കാലാവധി. അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ പ്രസിഡന്റും ജയകുമാർ നായർ ജനറൽ സെക്രട്ടറി, ഷിജോ വർഗീസ് ട്രഷറർ, വർഗീസ് ഡാനിയൽ വൈസ് പ്രസിഡന്റ്, സ്മിത തോട്ടം വൈസ് പ്രസിഡന്റ്, സണ്ണിമോൻ മത്തായി ജോയിന്റ് സെക്രട്ടറി, റീമോൾ നിധീരി ജോയിന്റ് സെക്രട്ടറി, പീറ്റർ തണോലിൽ ജോയിന്റ് ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ലണ്ടനിൽ വെച്ച് ഇന്ത്യൻ വംശജയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന്റെ മാതാപിതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. 24-കാരിയായ ഹർഷിത ബ്രെല്ല ഈസ്റ്റ് ലണ്ടനിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾ അറസ്റ്റിലായി. കേസിലെ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന ഹർഷിതയുടെ ഭർത്താവ് പങ്കജ് ലാംബയെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇയാൾക്കെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. പ്രതിക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ ജനിച്ച ബ്രെല്ല 2023 ഓഗസ്റ്റിൽ ലാംബയുമായുള്ള വിവാഹത്തിന് ശേഷം കഴിഞ്ഞ ഏപ്രിലിൽ UK-യിലേക്ക് താമസം മാറുകയായിരുന്നു. സാന്റാൻഡർ UK-യിലെ 4 ശാഖകൾ അടച്ചുപൂട്ടും. UK-യിലുടനീളമുള്ള 95 ശാഖകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതായി സാന്റാൻഡർ പ്രഖ്യാപിച്ചു. ഇത് 750 തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കും. ഇതിന്റെ ഭാഗമായി സാന്റാൻഡർ 36 ശാഖകളിലെ പ്രവർത്തന സമയം കുറയ്ക്കുകയും മറ്റ് 18 ശാഖകളിൽ നിന്ന് ഫ്രണ്ടിലുള്ള കൗണ്ടറുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ജനുവരിയിൽ ലോയിഡ്സ് 136 ശാഖകൾ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതോടെ ശാഖകൾ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ബാങ്കാണിത്. കോതമംഗലത്ത് നിന്ന് 30-ലധികം പേർ തട്ടിപ്പിനിരയായത് വാർത്തയാക്കി BBC. നഴ്സിംഗ് കഴിഞ്ഞ് കെയർ വിസയിലെങ്കിലും UK-യിലെത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുടെ കണ്ണീരിൽ കുതിർന്ന അനുഭവങ്ങളാണ് BBC വൻ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ കോതമംഗലത്ത് മാത്രം ഏകദേശം 30ഓളം പേരാണ് ലക്ഷക്കണക്കിന് രൂപ ഏജന്റുമാർക്ക് നൽകി ചതിക്കുഴിയിൽപ്പെട്ടത്. ബ്രാഡ്ഫോർഡിൽ പ്രവർത്തിക്കുന്ന അൽച്ചിത കെയർ ഹോം സ്പോൺസർ ചെയ്യുന്ന ഫാമിലി വിസ കിട്ടാനായി കേരളത്തിലെ ഏജന്റിനെ വിശ്വസിച്ചാണ് പലരും പണം നൽകിയത്. പക്ഷേ UK-യിലെത്തിയവർക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ജോലി ലഭിച്ചില്ല. റിക്രൂട്ടിംഗ് ഏജൻസികളുടെയും ഇടനിലക്കാരുടെയും കെയർ ഹോം ഉടമകളുടെയും ചൂഷണത്തിന്റെ ഫലമായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഇന്ന് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ളത് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങൾക്ക് വാടകയ്ക്കും ഭക്ഷണത്തിനും പോലും പണം കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണെന്ന് കേരളത്തിൽ നിന്ന് UK-യിൽ കെയർ വിസയിലെത്തിയവർ പറഞ്ഞതായാണ് BBC റിപ്പോർട്ട് ചെയ്തത്. വഞ്ചന, ദുരുപയോഗം, ചൂഷണം എന്നിവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കാരണം കുടിയേറ്റ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള 470-ലധികം കെയർ കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായി ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പുതിയ തൊഴിലാളികളെ വിദേശത്തു നിന്ന് നിയമിക്കുന്നതിന് മുൻപ് ഇംഗ്ലണ്ടിലുള്ള തൊഴിലാളികളിൽ നിന്ന് നിയമനം വേണമെന്ന പുതിയ നിബന്ധന ജോലി നഷ്ടപ്പെട്ടവർക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലേബർ പാർട്ടി അംഗവും കേംബ്രിഡ്ജ് മേയറുമായ ബൈജു തിറ്റാല കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള കുറഞ്ഞ 10 പേരെയെങ്കിലും പ്രതിനിധീകരിച്ചതായി BBCയോട് വെളിപ്പെടുത്തി. കുടുംബത്തെ കൊലപ്പെടുത്തിയതിന് നിക്കോളാസ് പ്രോസ്പറിന് 49 വർഷം തടവ്. സ്വന്തം കുടുംബത്തിലെ 3 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ സ്കൂളിൽ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത കൗമാരക്കാരന് 49 വർഷം തടവ് ശിക്ഷ ലഭിച്ചു. 2024 സെപ്റ്റംബർ 13-ന് ലൂട്ടണിലെ വീട്ടിൽ വെച്ച് നിക്കോളാസ് പ്രോസ്പർ അമ്മ ജൂലിയാന, സഹോദരൻ കൈൽ, സഹോദരി ഗിസേൽ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ മുൻ പ്രൈമറി സ്കൂളിലേക്കുള്ള യാത്രാമധ്യേയാണ് 19-കാരൻ അറസ്റ്റിലായത്. സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു.
റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കാലാവധി കുറച്ചാൽ 48 വർഷവും 177 ദിവസവും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.